പി അബ്ദുറഹിമാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നേരിട്ട് നടത്തിയ ആശയവിനിമയത്തിൽ ഗുരുതരമായ ചട്ടലംഘനമുണ്ടെന്നാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട്. എന്നാൽ അന്നത്തെ കായിക വകുപ്പ് സെക്രട്ടറിയും ഡയറക്ടറുമാണ് എഎഫ്ഐയുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതെന്നായിരുന്നു മുൻ കായിക മന്ത്രി വി അബ്ദുറഹിമാന്റെ ഇന്നലത്തെ പ്രതികരണം. പിണറായി സർക്കാരിലെ കായിക മന്ത്രിയുടെ വാദങ്ങൾ ശരിയാണോ? സൌഹൃദ മത്സര നടത്തിപ്പ് RBCക്ക് കൈമാറി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയ 2024 ഡിസംബർ 24-ന് 4 ദിവസം മുൻപ് തന്നെ എഎഫ്ഐയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും തമ്മിൽ കരാർ ഒപ്പിട്ടിരുന്നു. ഈ കരാറിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആശയവിനിമയത്തിന് നൽകിയിരിക്കുന്നത് 2 ഇമെയിൽ ഐഡികളെന്ന് കാണാം. ഒന്ന്, അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹിമാന്റെ ഔദ്യോഗിക ഇമെയിൽ ഐഡി. രണ്ടാമത്തേത് സ്പോൺസറായ റിപ്പോർട്ടർ കമ്പനി MDയുടെ ഇമെയിൽ വിലാസവും. നിശ്ചിത സമയത്ത് പണമടയ്ക്കാത്തതിനാൽ കരാർ റദ്ദായി എന്ന് കാണിച്ച് എഎഫ്ഐ പ്രതിനിധി ലിയാൻഡ്രോ പീറ്റേഴ്സൺ 2025 ജൂൺ 17-ന് അയച്ച ഇമെയിലിലും അബ്ദുറഹിമാന്റെ ഇടപെടലുകൾ വ്യക്തമാകുന്നുണ്ട്. താങ്കളുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന കരാർ എന്നാണ് പീറ്റേഴ്സന്റെ പരാമർശം. മന്ത്രിക്കും എഎഫ്ഐ പ്രതിനിധിക്കുമിടയിലുള്ള 6 ഇമെയിലുകൾ ഞങ്ങൾ പരിശോധിച്ചു. ഒന്നിൽ പോലും കായിക വകുപ്പ് സെക്രട്ടറിക്കോ ഡയറക്ടറിനോ പകർപ്പില്ല. സ്പോൺസർക്കും എഎഫ്ഐയിലെ വിവിധ ഭാരവാഹികൾക്കുമാണ് കോപ്പി. എന്നാൽ വിചിത്രമായ മറ്റൊന്നും ഞങ്ങൾ കണ്ടു. മലപ്പുറം സ്വദേശിയായ ഒരു സ്ത്രീക്കും മന്ത്രിയുടെ ഔദ്യോഗിക ഐഡിയിൽ നിന്നുള്ള ഇമെയിലുകളെല്ലാം പോകുന്നുണ്ട്. അമീറ ഐഷ ബീഗം എന്ന സ്ത്രീയുടെ ജിമെയിൽ ഐഡിക്ക് പകർപ്പ് വെച്ചാണ് എല്ലാ ആശയവിനിമയവും മന്ത്രി നടത്തുന്നത്. മന്ത്രിയുടെ കുടുംബ സുഹൃത്തായ കോളേജ് അധ്യാപികയാണ് അമീറ എന്നാണ് വിവരം. ബാധ്യതയെല്ലാം സ്പോൺസറുടെ മേൽ മാത്രം ചാരി അബ്ദുറഹിമാൻ ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലെ ഭാഷയല്ല മന്ത്രി പദവിയിലെ ഔദ്യോഗിക ആശയവിനിമയങ്ങളിൽ ഉണ്ടായിരുന്നത്. 2025 ഒക്ടോബർ 18-ന് എഎഫ്ഐക്ക് അയച്ച ഇമെയിലിൽ സർക്കാർ മുൻകൈയിലെ ഉറപ്പാണ് കരാറെന്നായിരുന്നു അബ്ദുറഹിമാന്റെ വാദം. 130 കോടി ആളുകൾ കേരള സർക്കാരിനെ വിശ്വസിച്ചുവെന്നും മന്ത്രി എഴുതിയിട്ടുണ്ട്. അതായത് കരാറുമായി ബന്ധപ്പെട്ട ബാധ്യതകളിൽ നിന്ന് സർക്കാരിന് എളുപ്പം തലയൂരാനാകില്ലെന്ന് അന്നത്തെ മന്ത്രി തന്നെ പറയുകയാണ്. വി അബ്ദുറഹിമാൻ ഇനി വ്യക്തമാക്കേണ്ടത് ഇവയാണ്. ഒന്ന്, സർക്കാർ ഉത്തരവിറങ്ങും മുൻപ് തന്നെ സ്വകാര്യ കമ്പനിക്കായി മന്ത്രി ഇടനില നിന്നുവെന്ന എഎഫ്ഐയുടെ വാദം ശരിയാണോ? 2, കായിക വകുപ്പ് സെക്രട്ടറിയും ഡയറക്ടറുമാണ് ആശയവിനിമയം നടത്തിയതെന്ന് മുൻ മന്ത്രി പറഞ്ഞത് കള്ളമല്ലേ? 3, എഎഫ്ഐയുമായുള്ള ഇമെയിലിന്റെ പകർപ്പ് കായിക വകുപ്പിലെ മറ്റാർക്കുമില്ലാത്തത് എന്തുകൊണ്ടാണ്? 4, സർക്കാരുമായി ബന്ധമില്ലാത്ത സ്വകാര്യ വ്യക്തിക്ക് മന്ത്രിയുടെ ഇമെയിലുകളുടെ പകർപ്പ് പോകുന്നത് എങ്ങനെ? അമീറ ഐഷ ബീഗത്തെ ചുമതലപ്പെടുത്തിയ സർക്കാർ ഉത്തരവിന്റെ പകർപ്പുണ്ടോ? 5, പണമടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ സ്പോൺസറെ ന്യായീകരിക്കാൻ കേരള സർക്കാരിന്റെ വിശ്വാസ്യതയെ കൂടി മന്ത്രി പണയം വെക്കേണ്ടത് എന്ത് കാരണത്താലാണ്?